ഇന്ന് ഞാനൊരു കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത്. കൂട്ടുകറി എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും. ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കറിയല്ലേ കൂട്ടുകറി. ഇതിന് കുറച്ച് കടല എടുത്തിട്ടുണ്ട്. കടല വേവിച്ച് വെച്ചതാണ്. ഒരു കായ് എടുത്തിട്ടുണ്ട്. വലിയ കായാണ്, അതുകൊണ്ട് ഒരു കായ് എടുത്തത്. ഒരു കഷ്ണം ചേന എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പിലയും. ഇനി നമുക്കിത് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. സാധനങ്ങളെല്ലാം കുക്കറിലിട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കുക. അതിന് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് വേവിക്കുക. ഇനി ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. ഒരു അരമുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു നുള്ള് ജീരകം, സാദാ ജീരകം, പിന്നെ കുരുമുളക് പൊടി കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുക. അധികം മുതിയണ്ട, ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇനി ഈ ഒതുക്കി വെച്ച തേങ്ങ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങളൊന്നും അധികം വെന്ത് പോയിട്ടില്ല, പാകത്തിന് ആണ് വെന്തത്. ഒന്നും അടിഞ്ഞു പോയിട്ടില്ല, ഇത്ര മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടുപ്പത്ത് വെച്ച് ഒന്ന് നല്ലോണം വേവിക്കുക. അപ്പം നല്ലോണം എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. മിക്സായി വന്ന ഇതിലേക്ക് നമുക്കിനി വറവ് തയ്യാറാക്കണം. വറവ് തയ്യാറാക്കാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിൽ കടുവിട്ട് പൊട്ടുമ്പം കുറച്ച് മുളക് ഇട്ട് കൊടുക്കുക, കായ്മുളക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരമുറി തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്കിട്ട് ഒന്ന് നല്ലോണം ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കുക. നല്ലോണം ബ്രൗൺ കളർ ആവണം, എന്നാലാണ് കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നല്ലോണം വറുത്തെടുക്കുക. ഇപ്പോൾ കുറച്ച് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് മതിയാവില്ല, കുറച്ചും കൂടെ വേണം. ഇനി ഇത് നല്ലോണം ബ്രൗൺ കളറായാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കറി നല്ലോണം മിക്സ് ചെയ്യുക. നല്ല മണമുണ്ട്, കറിവേപ്പിലേൻ്റെയും തേങ്ങ വറുത്തതിൻ്റെയും നല്ല മണമുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് ഇപ്പോൾ കറിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. സദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള കറിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കൂട്ടുകറിയാണ്. നിങ്ങൾക്ക് ഏതാണെന്നുള്ളത് കമൻസിൽ അറിയിക്കണേ. സൂപ്പർ ടേസ്റ്റാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.